നമ്മൾ ഇന്ന് നെറ്റ് ക്ലോത്ത് കൊണ്ട് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോണത്. അപ്പോൾ ആദ്യം നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിനെ 30 ഇഞ്ചും നീളവും 5 ഇഞ്ച് വീതി ഉള്ള ഒരു ക്ലോത്താണ് എടുത്തത്. അപ്പോൾ ടോട്ടലാണ് 30 ഇഞ്ച്. 2 മടക്കാക്കുകയാണെങ്കിൽ 15 ഇഞ്ച് വെച്ചുണ്ടാവും. അപ്പോൾ ആദ്യം പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് അതിൽ ബീഡ്സ് വെക്കുകയാണ്. അപ്പം ഇനി പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം അത് ചെയ്യുമ്പോൾ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ അറ്റത്ത് വെക്കരുത്, കുറച്ച് കയറ്റിയിട്ട് സെൻറ്ററിലൊക്കെ ആയിട്ട് വെക്കുക. കാരണം സ്റ്റിച്ച് കുടുങ്ങും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ മുത്തും വെച്ചിട്ട് ചെയ്യുക. ഇത് ബീഡ്സ് വലുതും ചെറുതും ഒക്കെ ഉണ്ടാവും. അതിന് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലിപ്പം ഉള്ളതോ കൂടിയതോ കുറഞ്ഞതോ ഒക്കെ വെക്കാം. ഇപ്പം ഞാൻ ക്ലോത്ത് മുഴുവൻ ബീഡ്സ് വെച്ചു. പിന്നെ ബീഡ്സ് ഇങ്ങനെ മെഷീനില്ലാത്തവർക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. ബീഡ്സ് ഉള്ള ഭാഗം ഉള്ളിലേക്കാക്കിയാണ്ട് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ അടിച്ചെടുക്കുക. അതിൻ്റെ കുറച്ചൊരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് അടിച്ചെടുക്കാൻ. ഇപ്പം ഞാൻ 2 അറ്റത്തും 1/2 ഇഞ്ച് വീതം വിട്ടുകണ്. അതാ. ഇനി ഇതിനെ മറിച്ച് കൊടുക്കുക. നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന കോലത്തിൽ ഒന്ന് മറിച്ച് കൊടുക്കുക. പെൻസിലോ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചൊന്ന് മറിക്കുക. ഇനി ഇത് ഇപ്പം ഞാൻ ചെറിയ ഒരു സ്ക്രഞ്ചീസാണ് ചെയ്യണത്. ഇനി ഇതിൻ്റെ 2 അറ്റവും തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കണം. 2 അറ്റം പിടിച്ചിട്ട് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിച്ചെടുക്കുക. അങ്ങനെ പിടിച്ച് ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പം അത് അടിച്ചെടുത്തു. ഇനി ഇതിന് അലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ 8 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് വലിയവർക്ക്. അപ്പം അത് പിൻ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. നമ്മൾ പഠിച്ച അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ അലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ശരിക്കളവാണ് ഞാൻ 30 ഇഞ്ചും 5 ഇഞ്ചും പറഞ്ഞത്. 30 ഇഞ്ച് നീളം 5 ഇഞ്ച് വീതം. ഇതിപ്പോൾ ഞാൻ ചെറിയ ക്ലോത്തിൽ കുട്ടികൾക്കാണ് ചെയ്തത്. അപ്പോൾ അത്ര നീളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കുക. പ്ലാസ്റ്റിക് കോർത്ത് കഴിഞ്ഞു. ഇനി ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇനി അവിടെ അധികം വരുന്ന ഭാഗം നല്ല മുറുക്കി കൊടുക്കണം. ഇങ്ങോട്ട് അധികം വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം ഉള്ളിലേക്കാക്കി കൊടുക്കുക. ഇനി ആ ഭാഗം അവിടെ ആ ഗ്യാപ്പ് നമ്മൾ അലാസ്റ്റിക് ഇട്ടെടുത്ത ഭാഗം ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇത്ര പണിയുള്ളൂ നമ്മളെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ.